നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. രക്ഷകനായി വിക്ടർ റോക്ക് അവതരിച്ചു. 62-ാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി 63-ാമത്തെ മിനിറ്റിൽ തന്നെ പന്ത് വലയിലേക്ക് എത്തിച്ച് ബാഴ്സലോണയെ വിജയ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോയി വിക്ടർ റോക്ക് എന്ന ബ്രസീലുകാരൻ. 18-കാരനായ താരം ഇപ്പോൾ ലാലിഗയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രസീലുകാരനായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും കളിക്കളത്തിലെ ആ കുറഞ്ഞ സമയത്തെ മികച്ച പ്രകടനം കൊണ്ട് പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും വിക്ടർ റോക്ക് തന്നെയായിരുന്നു. കളിയിൽ ഒരു ഗോള്, മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം, വിന്നിംഗ് ഗോൾ അദ്ദേഹം നേടി, 100% പാസിംഗ് ആക്യുറസി, 100% ഡ്രിബിളിംഗ് സക്സസ്, 3 ഡ്യുവൽ അദ്ദേഹം വിൻ ചെയ്തു, 2 ഷോട്ടുകൾ ഉതിർത്തു. അങ്ങനെ ബാഴ്സലോണയ്ക്ക് വേണ്ടതെന്തോ ആ ഒരു ഫിനിഷിംഗ് ടച്ച് കൃത്യമായിട്ട് നൽകിക്കൊണ്ട് വിക്ടർ റോക്ക് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതിനു മുമ്പ് മറ്റ് ചില മത്സരങ്ങളിലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുണ്ട്. ആകെ 73 മിനിറ്റാണ് ഇതിനു മുമ്പ് താരം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴേക്കും വിമർശനങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ആ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഇതാ ഗോളടി തുടങ്ങിയിരിക്കുന്നു. വിക്ടർ റോക്ക് ഇനി വരാനിരിക്കുന്ന ഒരുപാട് ഗോളുകളുടെ തുടക്കമാണിത് എന്ന രൂപത്തിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. ചാവി ഹെർണാണ്ടസ് ഒക്കെ കളി കഴിഞ്ഞിട്ട് മികച്ച രൂപത്തിൽ താരത്തെ പ്രകീർത്തിക്കുന്നതും നമ്മൾ കണ്ടു. എന്തായാലും ഒസാസുനക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് ഇപ്പോൾ FC ബാഴ്സലോണ നേടിയിരിക്കുന്നത്. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് റോബർട്ട് ലെവൻഡോസ്കി തന്നെയാണ്. പക്ഷേ കളിയുടെ ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. രണ്ടാം പകുതിയിലാണ് 63-ാമത്തെ മിനിറ്റിൽ വിക്ടർ റോക്കിന്റെ വിജയ ഗോൾ പിറക്കുന്നത്. അതും 62-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന താരം 63-ാമത്തെ മിനിറ്റിൽ തന്നെ ടീമിന് ലീഡ് നേടിക്കൊടുക്കുന്ന ഗോൾ കണ്ടെത്തുകയായിരുന്നു. ആ ഒരു ക്രോസ് കൃത്യമായിട്ട്, അതായത് കൺസോളിയുടെ ക്രോസ് കൃത്യമായിട്ട് ഹെഡ് ചെയ്ത് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു വിക്ടർ റോക്ക് ചെയ്തത്. ഏതായാലും ഈ മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചതോടുകൂടി ബാഴ്സലോണ വീണ്ടും വിജയ വഴിയിൽ. 22 കളികളിൽ നിന്ന് 47 പോയിന്റുള്ള ബാഴ്സ ഇപ്പോൾ ലീഗ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.